DCC ഓഫീസിലുണ്ടായ കൂട്ടത്തല്ലിന് പിന്നാലെ ശക്തമായ നടപടിയുമായി പാർട്ടി നേതൃത്വം രംഗത്ത്. DCC അധ്യക്ഷനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. സിറ്റിംഗ് സീറ്റായ തൃശൂരിൽ വൻ പരാജയം നേരിടേണ്ടി വന്നതിന് പിന്നാലെ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിക്കൊണ്ട് DCC ഓഫീസിൽ നടന്ന കൂട്ടത്തല്ല് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് DCC അധ്യക്ഷനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. ഇതിന് പിന്നാലെ DCC അധ്യക്ഷൻ ജോസ് വെള്ളൂർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളുമായാണ് അദ്ദേഹം മുതിർന്ന നേതാക്കളെ കാണാനെത്തിയത്. KC വേണുഗോപാൽ, VD സതീശൻ, K സുധാകരൻ എന്നിവരെ ജോസ് വെള്ളൂർ കാണും. DCC ഓഫീസിൽ നടന്ന അക്രമ സംഭവങ്ങൾ പാർട്ടിക്ക് കാര്യമായി ക്ഷീണമുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. അതേസമയം സംഘർഷത്തിൽ ജോസ് വെള്ളൂർ നേരത്തെ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. മദ്യലഹരിയിൽ DCC സെക്രട്ടറി സജീവൻ കുരിച്ചിറയുടെ നേതൃത്വത്തിലാണ് സംഘർഷം തുടങ്ങിയതെന്നാണ് ജോസ് വെള്ളൂർ നൽകുന്ന വിശദീകരണം. KSU നേതാവിനെയും സോഷ്യൽ മീഡിയ കോർഡിനേറ്ററെയും പ്രകോപനമില്ലാതെയാണ് സജീവൻ മർദ്ദിച്ചതെന്ന് വിശദീകരണത്തിൽ പറയുന്നു. DCC അധ്യക്ഷൻ ജോസ് വെള്ളൂർ, മുൻ MP TN പ്രതാപൻ എന്നിവർക്കെതിരെ DCCയുടെ മതിലിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പതിച്ച പോസ്റ്ററിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇന്നലെ വൈകുന്നേരം കയ്യാങ്കളിയിലേക്ക് എത്തിയതെന്നാണ് സൂചന. ഇവിടെ പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വഷളായിരുന്നു. മുരളീധരൻ അനുകൂലിയായ സജീവൻ കുരിച്ചിറയെ ജോസ് വെള്ളൂരും അനുയായികളും ചേർന്ന് പിടിച്ചു തള്ളി എന്നായിരുന്നു ആരോപണം. ഒരു പ്രകോപനമില്ലാതെയായിരുന്നു ആക്രമണം എന്നും തൻ്റെ കഴുത്തിന് പിടിച്ചു തള്ളിയതോടെ തൻ്റെ ശബ്ദം പോയെന്നും സജീവൻ കുരിച്ചിറ ആരോപിച്ചിരുന്നു. തുടർന്ന് മുരളീധരൻ അനുകൂലികൾ ഇവിടേക്ക് സംഘടിച്ച് എത്തുകയായിരുന്നു. ശേഷം ഇരുകൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. തൃശ്ശൂരിൽ K മുരളീധരൻ ദയനീയമായി പരാജയപ്പെട്ടതിന് പിന്നാലെ വിവിധയിടങ്ങളിൽ നേതാക്കളെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വാർഡിൽ പോലും TN പ്രതാപന് സീറ്റ് നൽകരുതെന്നും ജോസ് വെള്ളൂർ രാജിവെക്കണമെന്നുമായിരുന്നു പോസ്റ്ററുകളിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം മുൻ വടക്കാഞ്ചേരി MLA അനിൽ അക്കരയ്ക്കെതിരെയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കൂടാതെ MP വിൻസെന്റിനെതിരെയും പോസ്റ്ററുകളിൽ പരാമർശമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫണ്ട് അഴിമതി ഉൾപ്പെടെ പോസ്റ്ററുകളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കോൺഗ്രസ് ബ്രിഗേഡ് എന്ന പേരിലായിരുന്നു പോസ്റ്റർ. അതേസമയം സംഘർഷവുമായി ബന്ധപ്പെട്ട് നടപടിക്ക് സാധ്യതയെന്നാണ് പുറത്തുവരുന്ന വിവരം. DCC പിരിച്ചുവിട്ടേക്കുമെന്നും VK ശ്രീകണ്ഠന് DCCയുടെ താൽക്കാലിക ചുമതല നൽകുമെന്നുമാണ് വിവരം. DCC പ്രസിഡന്റ് ജോസ് വെള്ളൂർ, UDF ജില്ലാ കൺവീനർ MP വിൻസെന്റ് എന്നിവരെ മാറ്റിയേക്കും. DC പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി കേന്ദ്ര നേതൃത്വം വിശദീകരണങ്ങളും തേടിയിട്ടുണ്ട്. DCC സെക്രട്ടറി സജീവൻ കുരിച്ചിറയും അനുയായികളും മദ്യലഹരിയിൽ അഴിഞ്ഞാടിയതാണ് DCCയുടെ വാർത്താക്കുറിപ്പ്. സജീവനെ കയ്യേറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ ജോസ് വെള്ളൂർ CCTV ക്യാമറ ദൃശ്യങ്ങൾ ഹാജരാക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ കണ്ട് DC പ്രസിഡന്റ് ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.